പിടിക്കുന്നവരാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഉടനെ അവർ വലയും പടകുമെല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. തുടർന്ന് അവിടെ എഴുതിയിരിക്കുന്നു, പിന്നെയും യേശു മുന്നോട്ട് പോകുമ്പോ അവിടെ സെബദിയുടെ മക്കളായ യോഹന്നാനും യാക്കോബും നിന്ന് വലയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക അപ്പനോട് ഒരുമിച്ച്. യേശു അവരെ വിളിക്കുന്നു. അവിടെ പിന്നെ എഴുതിയിരിക്കുകയാണ്, അവർ അപ്പനെയും പടകിനെയും വലയൊക്കെ വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. ഓക്കെ, യേശുവിന്റെ ഒറ്റ വിളി, ഒന്നും ആലോചിക്കാം, അവർ യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിക്കുക. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സാമാന്യ ബുദ്ധിയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. അവരുടെ ഉപജീവന മാർഗം അതുവരെ യേശു വിളിക്കുന്ന അവൻ വിളിയുടെ മുൻപിലുള്ള സെക്കൻഡ് വരെ അവർക്കുള്ള സകല ഉപജീവനത്തെയും അവർ നിർവഹിച്ചു കൊണ്ടിരുന്നത് ആ പടകു കൊണ്ടും ആ വല കൊണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ളതിനെ അവർ വിചാരപ്പെടാതെ യേശുവിന്റെ ആ ഒറ്റ വിളിയിൽ അവൻ യേശുവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ശീമോൻ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. യേശു അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഇതുവരെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മീൻപിടുത്തമായിരുന്നു, മീനെ പിടിക്കുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് അവർക്ക് പറയാനോ, പക്ഷേ മനുഷ്യരെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. ആമേൻ. ഇതുവരെ അവർ കണ്ടതിനെ ഇട്ടിട്ട് കാണാത്ത ഒന്നിന് പിറകെ അവർ ഇറങ്ങുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതാണ് വിശ്വാസം. അതുകൊണ്ട് വചനം പറയുന്ന വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇതുവരെ അവർ കണ്ടത് മീൻപിടുത്തമായിരുന്നെങ്കിൽ ഇനി അവർ കാണാൻ പോകുന്നത് മനുഷ്യരെ പിടിക്കുന്നതാണ്.